നമ്മുടെ ഈ എടപ്പാൾ വന്ന ഇവിടെ ട്രാഫിക്കിൽ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് ഹോം ഗാർഡായിട്ടുള്ള ശിവദാസൻ സാറ്. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നീണ്ട സർവീസിന് ശേഷം വരുന്ന ദിവസം വിരമിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാറിനെ കണ്ടിട്ട് സാറിൻ്റെ ഇതുവരെയുള്ള സർവീസ് കാലങ്ങളുടെ അനുഭവങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് നേരം നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ NCV പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യമാണ്, സാറ് നീണ്ട ഇത്രയും കാലത്തിന് ശേഷം വിരമിക്കുകയാണ് സർവീസിന്. അപ്പോൾ സാറ് ഈ ഒരു എടപ്പാളിൻ്റെ ഒരു മുഖം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും വർഷത്തോളമായി സാർ ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ വിരമിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് സാറിന് നമ്മുടെ എടപ്പാളിൽ നിന്ന് ലഭിച്ച ഓർമ്മകളൊക്കെ? എടപ്പാളിൽ നിന്ന് ഞാൻ 16 വർഷമായി ചങ്ങരംകുളം സ്റ്റേഷനിൽ എടപ്പാൾ ട്രാഫിക്കിൽ ഡ്യൂട്ടി പോകും. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഒരു വർഷത്തിന് ശേഷമാണ് 2 റോഡ് പണി ഇവിടെ നടന്നു. 2 റോഡ് പണി നടന്നു. പിന്നെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക്. അതിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു റോഡിൽ. രാവിലെ 8 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെ നല്ല തിരക്കുള്ള സമയങ്ങളായിരുന്നു. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇതേപോലെ മാറി നിൽക്കാൻ പറ്റില്ല ഡ്യൂട്ടിയിൽ. അപ്പോൾ നല്ല അത്യാവശ്യം നന്നായി ബുദ്ധിമുട്ടി. പക്ഷേ ഈ ഫ്ലൈ ഓവർ വന്നതിന് ശേഷം കുറച്ച് റിലാക്സായി. പക്ഷേ എന്നാലും ആഴ്ചയിൽ ഒരു 2-3 തവണ ഇവിടെ നല്ല ബ്ലോക്കായിരിക്കും. ഈ ആഴ്ച വീക്കെൻഡ് ശനിയാഴ്ച ദിവസങ്ങളൊക്കെ ഇവിടെ നല്ല ബ്ലോക്കായിരിക്കും. ഇവിടെ എന്തൊരു പ്രശ്നം വരുമ്പോഴും അതിന് മുമ്പിൽ മൂപ്പരുണ്ടാവും. അപ്പോൾ അത് കാരണത്താൽ ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഒക്കെ അതിന് മുമ്പിൽ വന്ന് ചാരി നിൽക്കുന്ന ആളാണ്. പിന്നെ ട്രാഫിക്ക് വരുമ്പോഴൊക്കെ അവിടെ മണ്ണും കയറ്റം എല്ലാത്തിനും ഉണ്ടാവും ആൾ. പിന്നെ അയാൾ റിട്ടയർഡ് ആകാമെന്ന് പറഞ്ഞാലേ ഒരു വലിയൊരു ഇത് തന്നെയാണ്. നല്ലൊരു പോലീസ് അധികാരിയായി ആൾ മാറി പോകാൻ പറഞ്ഞാൽ ഒരു റിട്ടയർഡായി പോകുമ്പോൾ വലിയൊരു സങ്കടമായിട്ടുണ്ട്. ഇത് മാത്രമല്ല, സാറ് ആർമിയിൽ നിന്ന് വിരമിച്ച ഒരു ആർമി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ സാറിന് ആ ഓർമ്മകൾ ഒരുപാടുണ്ടാവും. എല്ലാം രണ്ട് ഡിഫറെൻ്റ് ആണ്. അത് വേറെ, ഇത് വേറെ ഒരു തലത്തിലാണ്. എന്താണ് സാർ അവിടുത്തെ ഓർമ്മകളൊക്കെ? ആർമിയിൽ എന്ന് വെച്ചാൽ ഞാൻ 82 ഫെബ്രുവരിയിലാണ് ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ സർവീസ് കയറുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ ഞാൻ എത്തി 84-ലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മരണം, ഡൽഹി കലാപം. ഡൽഹി കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഡൽഹി കത്തി അമരേര്. ആ സമയത്ത് ഞങ്ങൾ ഡൽഹിയിലുള്ള സർവീസിലുള്ള മിലിറ്ററിക്കാർക്കാണ് അതിൻ്റെ ഡ്യൂട്ടി ചുമതലകളുണ്ടായിരുന്നത്. അത്യാവശ്യം അത് കരളലിയിക്കുന്ന സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. കാരണം റോഡിലൊക്കെ ഡെഡ് ബോഡികൾ എടുക്കുക, ഒരു സൈഡിൽ, കാരണം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയമായിരുന്നത്. നമ്മുടെ ശിവദാസേട്ടൻ ഈ കർമ്മരീതിനാണ് ഏറ്റവും നല്ല ഹോം ഗാർഡിനുള്ള അവാർഡൊക്കെ കൊടുക്കേണ്ട ആളാണ്. ഇവിടെ പാലംപണി ആ ജാതി തിരക്കിൻ്റെ ഇടയിലും ശിവദാസേട്ടൻ നല്ല കർമ്മരീതിനാണ്, നല്ലൊരു ഹോം ഗാർഡാണ്. ഇന്നത്തെ ഈ ഒരു ബേസിക്കലി ഇന്നത്തെ ഒരു ട്രാഫിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഡ്രൈവിംഗ് അല്ലെങ്കിൽ ആളുകളുടെ ഡ്രൈവിംഗ് വെച്ചാൽ ഇവിടെ എപ്പോഴും ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു റൂളൊന്നും ഇവിടെ പാലിക്കില്ല. റോഡ് ക്രൂസ് ചെയ്തെടുക്കുക നമ്മൾ പറയുമ്പോഴൊന്നും ഒരു മെയിൻറ്റെയിൻ ചെയ്യില്ല. കാരണം അതേപോലെ വാഹനങ്ങളും തോന്നിയ പോലെ ഓടിക്കുക. കാരണം ഇവിടെ പൊതുവെ അങ്ങനെയാണ്. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക് വരും. എന്നാലും മൂപ്പര് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് വളരെ മികവായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും ഈ സ്നേഹം എന്നും ഉണ്ടാവണം. നമ്മൾ എൻ്റെ നാട് ഇത് തന്നെയാണ്. ഞാനെന്നും ഇവിടെ കുറേ പേരൊക്കെ നമുക്ക് പരിചിതരാണ്. പുതിയ ജനറേഷൻ മാത്രം നമ്മളറിയാത്തുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഈ ഡ്യൂട്ടിയിലൂടെ നമ്മൾ അറിയപ്പെട്ട് ആ ഒരു സന്തോഷം. സാറിന് ആരെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാവരും നമ്മളെ അറിയണതാണ് തന്നെ, എല്ലാവരും അറിയും. അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷമമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. വീട്ടിൽ സാറിൻ്റെ എടപ്പാൾ തന്നെയാണ് സാർ? വീട്ടിൽ എൻ്റെ 2 മക്കള് ദുബായിലാണ്. ഞാനും വൈഫും മാത്രം. ശരിക്കും നമ്മുടെ എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു മുഖമായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ സാറ്, ശിവദാസൻ സാറ്, എടപ്പാളിൻ്റെ ഒരു മുഖം. അപ്പോൾ സാറിന് ഇനി വേർപിരിയൽ കാലഘട്ടത്തിലും നല്ല അനുഭവങ്ങളും നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ NCV പ്രേക്ഷകരോട് ഇത്ര നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.